ഫ്രണ്ട്സ്, എൻ്റെ പേര് രമ്യ. നമുക്കിന്ന് PSC ഒത്തിരി തവണ ആവർത്തിക്കുന്ന ഒരു ഭാഗമായ കേരളത്തിലെ പ്രക്ഷോഭങ്ങളിലെ ഒരു ഭാഗം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ കലാപമാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. 1697 അഞ്ചുതെങ്ങ് കലാപം അരങ്ങേറിയത്. ഇന്ന് നമുക്ക് ഈ അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ച് കുറച്ചൊന്ന് ചർച്ച ചെയ്താലോ. ഈ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന സമയത്ത് 1697 ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പ്രദേശം വേണാട് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. ആ സമയത്തെ വേണാട് ഭരണാധികാരി എന്ന് പറയുന്നത് വീര രവിവർമ്മയാണ്. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്ന 1697 കാലഘട്ടത്തിൽ അഞ്ചുതെങ്ങ് വേണാട് ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. വേണാട് എന്ന് പറയുന്നത് ആ സമയം ഭരിച്ചിരുന്നത് വീര രവിവർമ്മയായിരുന്നു. ഇന്ന് ഈ അഞ്ചുതെങ്ങ് എവിടെയാണെന്ന് അറിയാമോ? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് ഇന്ന് അഞ്ചുതെങ്ങ്. ഈ അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമുക്കിനി ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. 1684 ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി കുറച്ചു പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയുന്നതിനായി പതിച്ചു നൽകി. ഏത് വർഷമാണ്? 1684. ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേണാടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു ഉമയമ്മ റാണി 84 കോട്ട പണിയാൻ ബ്രിട്ടീഷുകാർക്ക് സ്ഥലം അനുവദിച്ചു നൽകുകയും 1690 കോട്ട പണിയാനുള്ള അനുമതി നൽകുകയും ചെയ്തു. 1690 കോട്ട പണിയാനുള്ള ഒരു അനുമതിയും ബ്രിട്ടീഷുകാർക്ക് നൽകി. 1695 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ അവിടെ കോട്ട പണി ചെയ്തു പൂർത്തിയാക്കി. 1684 ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി കോട്ട പണിയാനുള്ള ഒരു സ്ഥലം ബ്രിട്ടീഷുകാർക്ക് സൗജന്യമായി നൽകുകയും 90 അവിടെ കോട്ട പണിയാനുള്ള ഒരു അനുമതി നൽകുകയും ചെയ്യുകയും 95 കോട്ടയുടെ പണി പൂർത്തിയാകുകയും ചെയ്തു. കോട്ടയ്ക്ക് സൗജന്യമായ സ്ഥലം നൽകിയത് ജനങ്ങൾക്കിടയിൽ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയത് വാസ്തവമാണ്. അതുകൂടാതെ ഈ സ്ഥലത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഒരു ആയുധങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥലവുമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തതാണ്. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തതാണ്. ഈ കലാപം ഒരു സംഘടിത കലാപമൊന്നും അല്ലായിരുന്നു. നമ്മളിതിൽ നേതാക്കന്മാരെ കുറിച്ചൊന്നും പറഞ്ഞില്ല, മറ്റ് നേരത്തെ നടത്തിയ ആലോചനകളോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതൊരു സംഘടിത കലാപമല്ല. ഇതൊരു അസംഘടിത കലാപം ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പത്തിൽ ഈ കലാപം അടിച്ചമർത്താനായിട്ട് സാധിച്ചു. അതാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം വളരെ കുറച്ചേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരിക്കൽ കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അഞ്ചുതെങ്ങ് കലാപം 1697 അരങ്ങേറിയത്. 1684 ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി സ്ഥലം നൽകിയതിനെ, അഞ്ചുതെങ്ങിന് കോട്ട പണിയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് സ്ഥലം നൽകിയതിനെ തുടർന്ന് ഉണ്ടായ ഒരു കലാപമാണ്. അതിനിടയ്ക്ക് ഞാനൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, വേണാടിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. 90 അവിടെ ഒരു കോട്ട പണിയാനായിട്ടുള്ള ഒരു അനുമതി ബ്രിട്ടീഷുകാർക്ക് വേണാട് രാജാക്കന്മാർ നൽകുകയും 1695 അവിടെ ഒരു കോട്ട പണിയുകയും 1697 കലാപം അരങ്ങേറുകയും ചെയ്തത്. കലാപം ഒരു അസംഘടിത കലാപമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ അസംഘടിത കലാപം അല്ലെങ്കിൽ ആദ്യത്തെ കലാപം എന്ന് പറയുന്നത് അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഒത്തിരി തവണ PSC ആവർത്തിച്ച ചോദ്യങ്ങളുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക.